CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പൂർണ്ണമായും തകർന്ന തൃശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡ് ഉടനടി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൽ ഖാദർ നടത്തുന്ന മരണം വരെ നിരാഹാര സമരം തിങ്കളാഴ്ച ആരംഭിക്കും. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന DYFI രംഗത്ത്. കേരളത്തിലെ പല ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്ന് DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വയലത്തൂർ തൃക്കണമുക്ക് ശിവക്ഷേത്രത്തിൽ വീണ്ടും മോഷണം. 2 ഭണ്ഡാരങ്ങൾ പൊളിച്ച് പണം കവർന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയോട് ചേർന്നുള്ള ESI ആശുപത്രിയിൽ രോഗിയുടെ സ്വർണം മോഷ്ടിച്ച കൂട്ടിരിപ്പുകാരി പിടിയിലായി. പാലക്കാട് പുതുനഗരം സ്വദേശിയായ വിജയകുമാരിയെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത്. വേലൂർ കിരാലൂരിൽ നടത്തിയിരുന്ന അനധികൃത മണ്ണെടുപ്പ് എരുമപ്പെട്ടി പോലീസ് തടഞ്ഞു. മണ്ണെടുത്തിരുന്ന JCBയും മണ്ണ് കടത്തിയിരുന്ന ടിപ്പർ ലോറിയും SA U മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പിടിച്ചെടുത്തു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ വെള്ളറക്കാട് പള്ളിക്ക് സമീപമുള്ള മരത്തിലെ പക്ഷിക്കൂട്ടം യാത്രക്കാർക്ക് ശല്യമാകുന്നതായി പരാതി. വേലൂർ പഞ്ചായത്ത് അതിർത്തിക്കുള്ളിലെ കൃഷിയിടങ്ങളിൽ അപകടം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെക്കുന്നതിന് ഷൂട്ടർമാരെ നിയമിക്കുന്നതിനായി നടപടിയായി. പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് സർവീസ് പുനരാരംഭിക്കുന്നു. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിലെ ജീവനക്കാർക്ക് താമസ സൗകര്യമില്ലാത്തതിനാൽ മുടങ്ങിക്കിടക്കുന്ന പെങ്ങാമുക്ക് തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ബസിന്റെ സർവീസ് പുനരാരംഭിക്കാൻ താമസത്തിനുള്ള വീട് വാടകയ്ക്കെടുത്ത് നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് പെങ്ങാമുക്കിലെ CPIM പ്രവർത്തകർ. ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടകാമ്പൽ പെങ്ങാമുക്ക് താനിയിൽ പരേതനായ പൗപ്പൻ മകൻ 65 വയസ്സുള്ള ജോബിന്റെ മൃതദേഹമാണ് പാറക്കുഴി കോൾപ്പടവിൽ കണ്ടെത്തിയത്. ദേശീയ ജൂനിയർ ഫുട്ബോൾ ടൂർണമെന്റിനുള്ള കേരള ടീമിലേക്ക് സെലക്ഷൻ നേടി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂൾ സ്പോർട്സ് ഡിവിഷനിലെ വിദ്യാർത്ഥികൾ. ലോകം മുഴുവൻ പാരീസിൽ നടക്കുന്ന 2024 ഒളിമ്പിക്സിലേക്ക് ഉറ്റുനോക്കുന്ന സമയത്ത് ഒരേ ഗെയിമിൽ വിജയക്കുതിപ്പ് നടത്തുന്ന സഹോദരങ്ങളെ ഞങ്ങൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. റസ്ലിംഗ് താരങ്ങളായ റയീസുദ്ദീൻ, റെനീസ എന്നിവരാണ് ആ അപൂർവ സഹോദരങ്ങൾ. ചിറമനങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴഞ്ഞിമാർ ബസേലിയോസ് സ്കൂളിൽ 1 മാസക്കാലം നീണ്ടുനിന്ന വായനോത്സവത്തിന് സമാപനമായി. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. 33ാമത് പാരീസ് ഒളിമ്പിക്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുന്നംകുളം ബെഥനി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ദീപശിഖ പ്രയാണം നടത്തി. നവാഗതനായ ഡോൺ ജോസ് സംവിധാനം ചെയ്യുന്ന സൈക്കോ ത്രില്ലർ സിനിമ ടോണി സേവ്യറിന്റെ ചിത്രീകരണം പൂർത്തിയായി. മൈഗ്രേസ് പ്രൊഡക്ഷന്റെ ബാനറിൽ 7 സ്റ്റോറി ടെല്ലേഴ്സാണ് ടോണി സേവ്യർ അവതരിപ്പിക്കുന്നത്. കരിക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സൺഡേ സ്കൂളിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കനത്ത മഴയിലും കാറ്റിലും വാഗ കാക്കത്തുരുത്തിൽ തകർന്നു വീണ വീടിന്റെ മേൽക്കൂര പുനർനിർമ്മിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 26ാമത് വാർഷികം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് GMLP സ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചു. വടക്കേക്കാട് SI രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി തുവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തിഗാനസുധ അവതരണം നടന്നു. ഞായറാഴ്ച രാവിലെ കൈപ്പറമ്പ് പുത്തൂർ സൗത്ത് വൃന്ദാവൻ ക്ഷേത്രത്തിൽ നിന്നുള്ള സംഘമെത്തിയാണ് ഭക്തിഗാനസുധ അവതരണം നടത്തിയത്. കടവല്ലൂർ വില്ലന്നൂർ കാരുകുളം ശ്രീ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടകം 1 മുതൽ നടന്നുവരുന്ന രാമായണ പാരായണം ഞായറാഴ്ച ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയോടെ സമാപിച്ചു. കരിക്കാട് ബട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലെ രാമായണ പാരായണ സമാപനവും ആനയൂട്ടും നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആർത്താറ്റ് യൂണിറ്റും ആർത്താറ്റ് ഗ്രാമീണ വായനശാലയും വിവിധ കലാ സാംസ്കാരിക സംഘടനകളുമായി സഹകരിച്ച് കുന്നംകുളം നഗരസഭയിലെ 29ാം വാർഡിൽ വയോസൗഹൃദ ദേശം എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. ആരോഗ്യ പരിപാലന സേവന രംഗത്ത് ഒരു നാടിന്റെ കൂട്ടായ്മ നടത്തിയ അത്ഭുതകരമായ പ്രവർത്തനമാണ് കരിക്കാട് ഹെൽത്ത് ആൻഡ് വെൽനസ് കെട്ടിട നിർമ്മാണമെന്ന് നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ച് ഇൻ ഇന്ത്യ അധ്യക്ഷനും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസദീപനുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത പറഞ്ഞു. മരത്തങ്കോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുനാളിനെ കൊടിയേറി. ആഗസ്റ്റ് 3, 4 തീയതികളിലായാണ് തിരുനാൾ ആഘോഷം. ഉപ്പുങ്ങൽ കിഴക്ക് ഭാഗത്തെ എടമ്പാടം കോൾപ്പടവ്, ആമയം, വെള്ളുവമ്പായ്, തെക്കേക്കെട്ട് പടവുകളിൽ ഭൂവസ്ത്രം വിരിക്കൽ പൂർത്തിയായി. മണ്ണൊലിപ്പ് തടയാനും തകർച്ച ഒഴിവാക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. 1999 സ്ഥാപിതമായ മുണ്ടത്തിക്കോട് രാജഗിരിയിലെ ക്രൈസ്റ്റ് ആർട്സിന്റെ രജത ജൂബിലി സമാപന യോഗം രാജഗിരി CKCLP സ്കൂളിൽ പ്രശസ്ത സിനിമാ താരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു.
പുന്നൂർ ഗ്രാമപഞ്ചായത്ത് ഒറ്റയിനി ആക്കിപ്പറമ്പ് പരിസരത്തെ മാലിന്യം നിറഞ്ഞ തോട് ശുചീകരിച്ചു. അകലാട് ഒറ്റയിനിയിൽ നിന്നും പുന്നൂർ പഞ്ചായത്തിലേക്ക് പോകാൻ ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാന മാർഗമാണ് ആക്കിപ്പറമ്പ് മൂവിങ്ങൽ ബ്രിഡ്ജ് റോഡ്. കോട്ടപ്പടി തമ്പുരാൻപടി ശ്രീ ആൽക്കൽ ബ്രഹ്മരക്ഷത്വ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അമല മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ആർത്താറ്റ് ആരംഭിച്ച ഗ്യാസ്ട്രോ കാർഡിയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് 14-15 വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ജ്വാല കുടുംബശ്രീയുടെ 25ാം വാർഷികം ആഘോഷിച്ചു. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുളിമുത്തശ്ശിയെ അധ്യാപക രക്ഷാകൃത യോഗം ആദരവ് നൽകി. PTA പ്രസിഡന്റ് RR ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPM പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി AA മണികണ്ഠനെ തിരഞ്ഞെടുത്തു. ചാലിശ്ശേരി പഞ്ചായത്ത് കൃഷിഭവനിൽ കോക്കനട്ട് കൗൺസിൽ പദ്ധതിയിലൂടെ 50% സബ്സിഡിയുമായി WCD തെങ്ങിൻ തൈകൾ വിതരണം നടത്തി. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദശപുഷ്പ പ്രദർശനം നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.